ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നല്ല ക്രീമി ആയിട്ടുള്ള ചീസ് സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്നു വന്നതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഒരു കയ്യിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് ചിക്കി എടുക്കണം. ഇതിലേക്ക് ഒരു 3-4 മുട്ടയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയിലയോട് ചേർത്തെടുക്കുക. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനിയിത് സമൂസ ഷീറ്റ് എടുത്ത് ഓരോ സമൂസയായി ഉണ്ടാക്കിയെടുക്കാം. സമൂസ ചുറ്റെടുക്കാൻ അറിയാത്തവർ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റെടുത്താൽ മതി കേട്ടോ. ഫില്ലിങ്സ് നല്ലതുപോലെ തന്നെ വെച്ചെടുക്കണേ, എങ്കിലേ കഴിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കുള്ളൂ കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് മൈദയുടെ ബാറ്റർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നായി ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ഡീപ്പ് ഫ്രൈ അല്ലാണ്ട് ചെയ്തെടുക്കുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. 2 വശം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സമൂസ നല്ല ക്രിസ്പി ആയിരിക്കും, എണ്ണയും ഉണ്ടാവില്ല കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.